നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മൊഴി പുറത്തു വന്നപ്പോൾ ആകെ വിറളി പിടിച്ചത് അഫാന് പണം കടം കൊടുത്തിരുന്നവരാണ്. വലിയ തുകയൊക്കെ വാങ്ങി ആദ്യമൊക്കെ പലിശ കൃത്യമായി കൊടുത്തിരുന്നു. പിന്നീട് അത് മുടങ്ങി. ഇതോടെ എല്ലാവരും പലിശ പൈസ ചോദിച്ച് വീട്ടിലേക്ക് എത്തുമായിരുന്നു. അന്നേ ദിവസം ആരെങ്കിലും വന്നാൽ അവരെയും തീർക്കാൻ അഫാൻ പ്ലാനിട്ടു. എങ്കിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുമായിരുന്നു. കടം തരാത്തവരോടും പൈസ തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചവരോടും കടുത്ത പക അഫാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒരു ഞെട്ടലോടെയാണ് ആ ദിവസത്തെക്കുറിച്ച് സമീർ ഓർക്കുന്നത്. പറ്റുപൈസ കൂടാതെ സമീറിനും പണം കൊടുക്കാനുണ്ടായിരുന്നു ഷെമി. സാധാരണ രാവിലെ വാങ്ങിയാൽ വൈകിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാറായിരുന്നു പതിവ്. ചില സമയത്ത് സമീർ ആ വീട്ടിലേക്ക് പോയി പൈസ വാങ്ങാറുമുണ്ട്. കിട്ടാനുള്ള പൈസയ്ക്ക് അവിടേക്ക് ചോദിച്ചു ചെല്ലാൻ തോന്നാതിരുന്നത് പടച്ചവന്റെ കൃപയെന്ന് പറയുകയാണ് സമീർ. രാവിലെ മുതൽ ആ വീട്ടിൽ നടന്നിരുന്ന കൊടൂര സംഭവങ്ങൾ അറിയാതെ പോയല്ലോ എന്നാണ് സമീറും പറയുന്നത്. ഒരു സംശയം പോലും തോന്നാതിരുന്നത് ഷെമിയെ ആക്രമിച്ചിട്ട് കടയിൽ പോയി അഫാൻ സാധനങ്ങൾ വാങ്ങിയിരുന്നു. പിന്നീട് വൈകിട്ട് അഫ്സാന്റെ കൂടെ പുറത്തുപോയി മന്തി വാങ്ങുന്നു. അതും കഴിഞ്ഞിട്ട് ഫർസാനയെ കൊല്ലുന്നു. വീണ്ടും ഇറങ്ങി വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നു. അങ്ങനെ ഇടയ്ക്കിടെ അഫാൻ പുറത്തേക്കിറങ്ങി പരിസരം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പുറത്താരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഇത്. അഫാന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ മറ്റൊരു സ്ത്രീയെ കൂടി കൊലപ്പെടുത്താൻ പ്ലാൻ ഇട്ടിരുന്നു എന്നാണല്ലോ. ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അഫ്സാനെ കൊലപ്പെടുത്തിയപ്പോൾ ക്ഷീണിച്ചു. ബാക്കിയുള്ളവരൊക്കെ ആ ഗ്യാപ്പിലാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ കൂട്ടക്കൊല നടത്താൻ മകൻ വലിയ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന വിവരം റഹീമിനെ തളർത്തിയിരിക്കുകയാണ്. അവൻ മാത്രം ഇത്ര വലിയ ക്രൂരത ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് റഹീം നിലവിളിക്കുന്നു. പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് റഹീം ആവശ്യപ്പെടുന്നത്. അവൻ രാത്രികാലങ്ങളിൽ പുറത്തു പോയതും ആരെയൊക്കെയാണ് കണ്ടതെന്നും അന്വേഷിക്കണം. അവൻ പലരെയും കണ്ടിരുന്നു. ഏതെങ്കിലും റാക്കറ്റിൽ വീണോ അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ട് എന്നാണ് റഹീം പറയുന്നത്. അഫാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റഹീമിന്റെ തൊണ്ടയിടറും. തനിക്ക് കരുത്തായി അവൻ കൂട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിലായിരുന്നു റഹീം ഉണ്ടായിരുന്നത്. അഫ്സാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നും അവനെ അറിയിച്ചിരുന്നില്ല. എന്നാൽ അഫാന് എല്ലാം അറിയാമായിരുന്നു. താൻ വരുത്തിയ ഒരു കടങ്ങളും അഫാന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയിട്ടില്ല. അവൻ ജോലിക്ക് പോയിട്ട് 1 രൂപ പോലും വീട്ടിലെ കടം വീട്ടുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. 23 വയസ്സായിട്ടും കാര്യമായ ഒരു ജോലിക്ക് പോലും പോയിരുന്നില്ല. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ കറങ്ങി നടക്കുകയും ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുകയും ചെയ്തു. അതറിഞ്ഞിട്ടാണ് ബന്ധുക്കളിൽ പലരും ഉപദേശിച്ചത്. ജോലിക്ക് പോയി ഉപ്പയെ സഹായിച്ചുകൂടെയെന്ന് ചോദിച്ചിരുന്നു. അഫാനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ റഹീം ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും അവൻ ഒഴിഞ്ഞുമാറി. വീട്ടിലെ കടങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ജീവിക്കുകയായിരുന്നു അഫാൻ. അവൻ അവന്റെ ഒരു ലോകത്തായിരുന്നു, ആർഭാടവും കറക്കവും ഒക്കെ ആയിട്ട്. ഇങ്ങനെ കറങ്ങി നടക്കുമെങ്കിലും മറ്റ് ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവനെ അറിയാവുന്ന ആരും മോശം പയ്യനാണെന്ന് പറയില്ല. കൂട്ടക്കൊല നടത്തിയത് അഫാനാണെന്ന് കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബന്ധുക്കളും നാട്ടുകാർക്കും അതൊരു ഞെട്ടലാണ്. അഫാൻ മദ്യപിക്കുമെന്ന് പോലും ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. നാട്ടിൽ നല്ലവനായ ഉണ്ണി ഇമേജ് ഉണ്ടാക്കി വെച്ചിരുന്നു അഫാൻ. ഇതിന്റെ പ്രധാന കാരണം കടം ചോദിച്ചാൽ കിട്ടുന്നതിനും പലരുമായി ഇടപെട്ട് പണം കണ്ടെത്തുന്നതിനും വേണ്ടിയൊക്കെ ആയിട്ടായിരുന്നു. എനിക്ക് പോലും ഈ പലിശക്കാരെ ഒന്നും അറിയില്ല എന്ന് റഹീം വെളിപ്പെടുത്തുന്നുണ്ട്. പലിശക്കാരെ പലയിടത്തു നിന്നായി കണ്ടെത്തുന്നത് അഫാനായിരുന്നു. പിന്നീട് ഉമ്മയെ ചട്ടം കൂട്ടി ഇരുവരും പോയി കടം ചോദിക്കും. ആദ്യമൊക്കെ പലിശ കൃത്യമായി കൊടുത്തിരുന്നു. പിന്നീട് ഇത് കയ്യിൽ നിൽക്കാതെ വന്നതോടെ ആകെ താളം തെറ്റി. ഇത്ര പേരിൽ നിന്ന് അഫാൻ കടം വാങ്ങുന്നതിനെ ഷെമി എന്തുകൊണ്ട് എതിർത്തിരുന്നില്ല, എന്തുകൊണ്ട് റഹീമിനെ അറിയിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഫാനെ പേടിച്ചിട്ടാണോ അതോ ഈ തുകയിൽ നിന്നെല്ലാം ഷെമിയും പങ്കുപറ്റിയോ എന്ന ചോദ്യം ബന്ധുക്കളും ഉയർത്തുന്നു. ഒരു ചോദ്യങ്ങൾക്കും റഹീമിന്റെ പക്കൽ ഉത്തരമില്ല. കടം ചോദിച്ചു കൊടുക്കാത്തവരെല്ലാം ശത്രുക്കൾ. എല്ലാവരെയും കൊല്ലാൻ പക്കാ പ്ലാനിട്ടു. തന്റെ മകൻ തന്നെയാണോ ഇതിനെല്ലാം പിന്നിലെന്ന് റഹീം ആവർത്തിക്കുകയാണ്. കടം ഉണ്ടാകുന്നതിന് മുൻപ് വരെ മക്കളുടെ എല്ലാ കാര്യങ്ങളും റഹീം അറിഞ്ഞിരുന്നു. എന്നാൽ കടം കയറി അത് നേരെയാക്കാനുള്ള ഓട്ടത്തിനിടയിൽ റഹീമിനും മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. അവിടെ എവിടെയോ തനിക്കും താളം പിഴച്ചുവെന്ന് റഹീം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ
അഫാനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് ഷെമി ഇപ്പോൾ. എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവർക്ക് ബാക്കിയുണ്ടോ? എന്തിന് അഫ്സാനെ കൊന്നു എന്ന് ചോദിക്കാനാണോ? അഫ്സാനെ കൊന്നിട്ടും ഇപ്പോഴും അഫാനോട് സ്നേഹവും കരുതലുമാണോ ഷെമിക്കുള്ളത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും അഫാന്റെ മുഖം പോലും ഷെമി കാണണ്ട എന്ന് ഷെമിയുടെ ബന്ധുക്കൾ ആവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവനെ കാണേണ്ടത്? ഉമ്മയും ഉപ്പയും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തതായിരുന്നോ അവർ ചെയ്ത തെറ്റ്? അതുതന്നെയാണ് അവർ ചെയ്ത തെറ്റും. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ഒരു മകൻ ആർഭാട ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ തുടക്കകാലത്ത് അവനെ തിരുത്തണമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുമ്പോഴെല്ലാം അതിന് വഴങ്ങിക്കൊടുക്കുകയും അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തിടത്താണ് ഷെമിക്കും റഹീമിനും താളപ്പിഴകൾ സംഭവിച്ചത്.